ഞാൻ ഡോക്ടർ നിത്യ ഹരിദാസ്, അമൃത ഹോസ്പിറ്റൽ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ ആഴ്ച നമ്മൾ വേൾഡ് അലർജി വീക്കായി ആചരിക്കുകയാണ്. ഈ വർഷത്തെ വേൾഡ് അലർജി വീക്കിൻ്റെ തീം എന്നുള്ളത് അനാഫിലാക്സിസ് എ പ്രിവെൻറ്റബിൾ ത്രെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അനാഫിലാക്സിസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു പുതിയ അസുഖമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് അലർജിയുടെ ഒരു വകഭേദം തന്നെയാണ്. അലർജിയുടെ തന്നെ കുറച്ചുകൂടെ ഒരു സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മൾ പലപ്പോഴും പല വിധത്തിലെ അലർജി, ഒരു ചൊറിച്ചിൽ മുതൽ ഒരു ഭക്ഷണം കഴിച്ചാലുള്ള ഒരു തടിപ്പ്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള അലർജിയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു അലർജിയുടെ തന്നെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോമാണ് അനാഫിലാക്സിസ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അല്ലെങ്കിൽ ചില ന്യൂസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മരുന്ന് മാറി കുത്തിവെച്ചു എന്നിട്ട് ഒരു രോഗി മരിച്ചുപോയെന്ന്. പക്ഷേ ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത് ശരിക്കും ഈ പറയുന്ന അനാഫിലാക്സിസ് എന്ന് പറയുന്ന റിയാക്ഷൻ തന്നെയാണ്. കാരണം ആ ഒരു രോഗിയുടെ പ്രത്യേകത, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കാരണം ആ പോകുന്ന ആ ഒരു ഭക്ഷണത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു മരുന്നിനോടോ അവരുടെ ദേഹം വളരെ കടുത്തതായിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ BP കണ്ടമാനം കുറഞ്ഞു പോവുകയും അതേപോലെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോമിൽ ഇതിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരെയും വരികയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും സിവിയർ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചിലപ്പം ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ഉള്ള സമയത്തിനുള്ളിൽ തന്നെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അസുഖം ഒരു പ്രിവെൻറ്റബിൾ ത്രെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാരണം അതിനെന്തെങ്കിലും നമുക്ക് തടയാനുള്ള ഉപാധികളുണ്ടോ? ഉണ്ട്, തടയാനുള്ള ഉപാധികളുണ്ട്. പക്ഷേ അതിനാദ്യം നമ്മൾ അറിയേണ്ടത് ഈ അസുഖത്തെക്കുറിച്ച് നമ്മളൊരു പൊതുജനത്തിന് തന്നെ ഒരു അവബോധം ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ മറ്റോ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഭക്ഷണങ്ങൾക്ക് കണ്ടുവരുന്നത് ഒന്ന് സീ ഫുഡ്, അതായത് നമ്മൾ ഷെൽഫിഷ്, എസ്പെഷ്യലി കൊഞ്ച്, ചെമ്മീൻ അങ്ങനെയുള്ള ഫുഡുകൾ, അതിനൊക്കെയാണ് കൂടുതലും. പക്ഷേ അതേപോലെ അത് മാത്രമല്ല കേട്ടോ, കുട്ടികളിൽ ചിലപ്പം പാല്, മുട്ട തുടങ്ങിയ വസ്തുക്കൾക്ക് വരെയും ഇതേപോലെ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ റിയാക്ഷൻ ചിലപ്പം ചെറിയ റിയാക്ഷനായിട്ട് വന്നിട്ടായിരിക്കും പിന്നെ സിവിയർ റിയാക്ഷനായിട്ട് വരുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാരണം ചിലപ്പം നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ ശ്രദ്ധിച്ച് കാണണം തന്നെ ഇല്ല. അപ്പോൾ വരുന്ന റിയാക്ഷൻ തന്നെ സിവിയർ റിയാക്ഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റിയാക്ഷൻ വരികയാണെങ്കിൽ തന്നെ ആദ്യമുള്ള പ്രാഥമിക ശുശ്രൂഷകൾ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ എത്തിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളത്. കാരണം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മരുന്നായ ഒരു ഇഞ്ചക്ഷൻ, അഡ്രിനാലിൻ എന്നുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖം മാത്രമാണ്. അതുപോലെ നേരത്തെ ഒരു റിയാക്ഷൻ ഉള്ള ഒരു രോഗിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അലർജി മാനേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ അലർജി ഏത് ടൈപ്പാണ് എന്നുള്ളത് നോക്കി അതിനുള്ള പ്രതിവിധിയായ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ എവിടെ പോയാലും അത് നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. കഴിയുന്നതും എന്തെങ്കിലും ഒരു അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇനി എങ്ങാനും അറിയാതെ ഏതെങ്കിലും ഒരു ചെറിയ കണ്ടൻറ്റ്, നമുക്ക് അലർജിക്കായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു ചെറിയ റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു സിവിയർ റിയാക്ഷൻ ആവുന്നതിൽ നിന്ന് ഇതിനെ തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ രോഗിയുടെ അവബോധവും നമ്മളുടെ പൊതുജനത്തിൻ്റെ അവബോധവുമാണ് ഈ അസുഖത്തെ തടയാനുള്ള ഒരു പ്രധാന ഉപാധിയായിട്ടുള്ളത്.